ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. നവയെരൂശലേം പുരിയൻ മഹത്വത്തിൻ നിരന്തര പാർപ്പിടമേ. നവയെരൂശലേം പുരിയൻ മഹത്വത്തിൻ നിരന്തര പാർപ്പിടമേ. നവനവരത്നങ്ങൾ അലങ്കരിച്ച വർണ്യമ സൗധമദാതയാലും ദൈവകുഞ്ഞാടവിൻ വിളക്കാകയാൽ പ്രജ്വല ദീപ്തി കൊണ്ടലങ്കൃതമാ. ദൈവകുഞ്ഞാടവിൻ വിളക്കാകയാൽ പ്രജ്വല ദീപ്തി കൊണ്ടലങ്കൃതമാ. നവയെരൂശലേം പുരിയൻ മഹത്വത്തിൽ നിരന്തര പാർപ്പിടമേ. കുഞ്ഞാട്ടിൻ കാന്തനാമം അപരിശുദ്ധ നഗരത്തിനേകിയതാ. കുഞ്ഞാട്ടിൻ കാന്തനാമം അപരിശുദ്ധ നഗരത്തിനേകിയതാ. സ്ഫടികസ്ഫുടം പോൽ മിന്നി വിളങ്ങുന്ന സൂര്യകാന്തം സമമാ. അതിൻ തേജസ്സു ബഹുദൂരം പ്രജ്വലിക്കുന്നതു കാണുകിൽ രമണീയമാ. അതിൻ തേജസ്സു ബഹുദൂരം പ്രജ്വലിക്കുന്നതു കാണുകിൽ രമണീയമാ. നവയെരൂശലേം പുരിയൻ മഹത്വത്തിൽ നിരന്തര പാർപ്പിടമേ. ചെലുത്ത മഹിമയിലൻ മണവാളൻ മണിയറ ഒരുക്കുന്നതാ. ചെലുത്ത മഹിമയിലൻ മണവാളൻ മണിയറ ഒരുക്കുന്നതാ. സ്വർഗീയ രാജത്വ പദവിയിൽ കവിഞ്ഞുള്ള പരിവാര സമന്വിതമാ. പ്രിയൻ വന്നിടും വാരത്തിൽ നിർമ്മല വൃന്ദത്തെ വേളി ചെയ്വാൻ കൃതിയാ. പ്രിയൻ വന്നിടും വാരത്തിൽ നിർമ്മല വൃന്ദത്തെ വേളി ചെയ്വാൻ കൃതിയാ. നവയെരൂശലേം പുരിയൻ മഹത്വത്തിൽ നിരന്തര പാർപ്പിടമേ. മഹിമ കണ്ടാനന്ദിപ്പാൻ കൊതിക്കുന്ന കണ്ണുകൾ പ്രതിനിമിഷം
അന്നു കലുഷങ്ങളകന്നതി ആനന്ദ സാഗരെ സമ്മേളിക്കാം സദനം. നവയെരൂശലേം പുരിയൻ മഹത്വത്തിൽ നിരന്തര പാർപ്പിടമേ. നവയെരൂശലേം പുരിയൻ മഹത്വത്തിൽ നിരന്തര പാർപ്പിടമേ. നവനവരത്നങ്ങൾ അലങ്കരിച്ച വന്യമം സൗധമതാകയാലും ദൈവകുഞ്ഞാടവിൻ വിളക്കാകയാൽ പ്രജ്വല ദീപ്തി കൊണ്ടലങ്കൃതമാ. ദൈവകുഞ്ഞാടവിൻ വിളക്കാകയാൽ പ്രജ്വല ദീപ്തി കൊണ്ടലങ്കൃതമാ. നവയെരൂശലേം പുരിയൻ മഹത്വത്തിൽ നിരന്തര പാർപ്പിടമേ. നവയെരൂശലേം പുരിയൻ മഹത്വത്തിൽ നിരന്തര പാർപ്പിടമേ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ വചനവുമായി ഒരിക്കൽ കൂടി നമുക്കിരിക്കുവാൻ കർത്താവ് ഭാഗ്യം തന്നിരിക്കുന്നു. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. മനുഷ്യൻ്റെ ആയുസ്സിൽ ലഭിക്കുന്ന വിലയേറിയ സന്ദർഭങ്ങളാണ് യേശുക്രിസ്തുവിൻ്റെ വചനം കേൾക്കുവാനും വചനമാകുന്ന കണ്ണാടിയിലൂടെ നമ്മുടെ ഹൃദയം കാണുവാനും നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യുവാനും ലഭിക്കുന്നതായ അവസരങ്ങൾ. കർത്താവായ യേശുക്രിസ്തു തൻ്റെ പരസ്യശുശ്രൂഷയുടെ നാളുകളിൽ പല കാര്യങ്ങളും അതാത് കാലങ്ങളിൽ നടന്നുകൊണ്ടിരുന്ന പല സംഭവങ്ങളുമായി ബന്ധിപ്പിച്ച് അതാത് ദേശത്ത് ആ മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിലാണ് കർത്താവ് പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തത്. ഉപമകളായി കർത്താവ് അനേക കാര്യങ്ങൾ തിരുവചനത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ അനേക ഉപമകളെക്കുറിച്ച് കർത്താവ് പറഞ്ഞു. അനേക ഉപമകളിലൂടെ സ്വർഗരാജ്യം എന്താണെന്ന് ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തതാണ്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ എന്താണ് സ്വർഗരാജ്യം എന്ന് അതിൽ 1-ാമത്തെ ഉപമ നാം വായിക്കുന്നുണ്ട്. അതിൻ്റെ 3-ാമത്തെ വാക്യം, അവൻ അവരോട് പലതും ഉപമകളായി പ്രസ്താവിച്ചത് എന്തെന്നാൽ വിതയ്ക്കുന്നവൻ വിതയ്പ്പാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, പറകൾ വന്ന് അത് തിന്നു കളഞ്ഞു. ചിലത് പാറസ്ഥലത്ത് വീണു. അവിടെ അനേക സ്ഥലങ്ങളിൽ ഒരു മനുഷ്യൻ വിതപ്പാൻ പുറപ്പെട്ടു, നല്ല വിത്തുമായി പാകമായ വിത്തുമായി വിതയ്ക്കാൻ പുറപ്പെട്ടു. എന്നാൽ ആ വിത്ത് വിതച്ചപ്പോൾ അത് വഴിയരികെ വീണു, പാറസ്ഥലത്ത് വീണു, മുള്ളുകളുടെ ഇടയിൽ വീണു, നല്ല നിലത്ത് വീണു. അനേക സ്ഥലങ്ങളിൽ വീണു എന്ന് കർത്താവ് പറയുകയാണ്. എന്നാൽ പലയിടങ്ങളിലും വീണുവെങ്കിലും ആ വിത്ത് മുളച്ച് വേണ്ടതുപോലെ ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയാതെ വന്ന അനുഭവങ്ങൾ. എന്നാൽ നല്ല നിലത്ത് വീണ വിത്ത് മാത്രം 100, 60, 30 മേനിയായി വിളഞ്ഞു എന്ന് കർത്താവ് പറയുന്നുണ്ട്. എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ കർത്താവ് അത് വിശദീകരിച്ചു കൊടുത്തു. ശിഷ്യന്മാർക്ക് അപ്പോൾ മനസ്സിലായില്ല എങ്കിലും പിന്നീട് അവർ കർത്താവിനോട് അത് എന്താകുന്നു എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് വളരെ വിശദമായി അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട്. രണ്ടാമതായി കർത്താവ് പറഞ്ഞു, ശത്രു ഒരു വയലിൽ കള വിതച്ച് കളഞ്ഞു എന്ന്. അവിടെയും നല്ല വിത്താണ് യജമാനൻ വിതച്ചത്. എന്നാൽ നാളുകൾ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ധാരാളം കള ആ വിത്തിനോട്, നല്ല ഗോതമ്പിനോട് കൂടെ ധാരാളം കളയുമുണ്ട് എന്ന്. നല്ല വിത്തിനോടുകൂടെ കള വളരുന്ന അനുഭവം. പിന്നീട് കർത്താവ് പറഞ്ഞു, കടുകുമണിയെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. അത് ഏറ്റവും ചെറുതാണെങ്കിലും അത് വളർന്ന് ഏറ്റവും വലുതായി തീർന്നിരിക്കുന്നു എന്ന്. പിന്നീട് കർത്താവ് പറഞ്ഞു, സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യമാകുന്നു എന്ന്. ഏറ്റവും ചെറുതാണെങ്കിലും അത് വലിയ പുളിപ്പ്, വലിയ പിണ്ടത്തെ പുളിപ്പിക്കുന്ന ഒരു പുളിമാവിനോട് സദൃശ്യമാകുന്നു എന്ന് കർത്താവ് അനേക ഉപമകൾ ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ 44-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. അതൊരു മനുഷ്യൻ കണ്ടു മറച്ചിട്ട് തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. കർത്താവ് വളരെ പറഞ്ഞതിൽ വളരെ പ്രസക്തമായ ഒരു ഉപമയാണത്. എന്ത്? ഒരു മനുഷ്യൻ ഒരു വയൽ കണ്ടു, അതിൽ നിധി ഒളിച്ചു വെച്ചിരിക്കുന്ന ഒരു വയലായിരുന്നു. എല്ലാവർക്കും ആ നിധി കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ ഒരു മനുഷ്യന് അതിൽ മറഞ്ഞിരിക്കുന്ന, ഒളിഞ്ഞിരിക്കുന്ന ആ നിധി കാണാൻ കഴിഞ്ഞു.
അവൻ തുടർന്ന് അവൻ്റെ ജീവിതത്തിൽ അതുവരെയും വിലയേറിയതായി അല്ലെങ്കിൽ അവൻ കരുതി വച്ചിരുന്നതെല്ലാം വിറ്റ് ചെന്ന് ആ നിധി ഒളിഞ്ഞിരിക്കുന്ന വയലവൻ വാങ്ങിയെന്ന്. എന്താണ് കർത്താവ് ഉദ്ദേശിച്ചത്? സ്വർഗരാജ്യം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ലോകപ്രകാരം കണ്ടിട്ടുള്ളത്, സമ്പാദ്യങ്ങൾ, വിലയുള്ളത്, നിക്ഷേപങ്ങൾ, അതിനേക്കാളെല്ലാം പ്രിയപ്പെട്ടവരെ ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തത്, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന് ഈ ഭൂമിയിൽ കണ്ടിട്ടുള്ള എല്ലാത്തിനേക്കാളും വിലയേറിയ ഒരു നിധിയാണ് സ്വർഗരാജ്യമെന്ന് ഒരു മനുഷ്യന് മനസ്സിലായെങ്കിൽ മാത്രമേ പ്രിയപ്പെട്ടവർ വിടേണ്ടതൊക്കെ വിടുവാൻ, വിൽക്കേണ്ടതൊക്കെ വിൽക്കുവാൻ. കർത്താവ് പറഞ്ഞു, സകലവും വിറ്റ്, അവനുണ്ടായിരുന്ന അതുവരെ ഉണ്ടായിരുന്ന എല്ലാം വിറ്റ് ചെന്ന് ആർക്കും വിലയില്ലാതിരുന്ന, അല്ലെങ്കിൽ ആർക്കും മനസ്സിലാകാതിരുന്ന ആ നിധി മറഞ്ഞിരുന്ന വയല് വാങ്ങിയെന്ന്. പിന്നെ കർത്താവ് പറയുന്നുണ്ട്, സ്വർഗരാജ്യം നല്ല മുത്തന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറെ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങിയെന്ന്. അതിന് താഴെ 47-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, എല്ലാ വക മീനും പിടിക്കുന്നതുമായ ഒരു വലയോട് സദൃശ്യമാണെന്ന്. ദൈവത്തിന് നമുക്കറിയാം, മുക്കുവൻ കടലിൽ വലയെറിഞ്ഞ് മീൻ പിടിക്കുന്നു. എന്നാൽ അവിടെ കർത്താവ് പറയുകയാണ്, അതിൽ പലവിധമായ മീനുകളാണ്, കടലിലെ പല ജീവികളും അതിൽ കയറുന്നുണ്ട്. എന്നാൽ ആ മുക്കുവൻ അതെല്ലാം കരയ്ക്ക് കയറ്റി ഇരുന്നു കൊണ്ട് നല്ലത് പാത്രങ്ങളിൽ കൂട്ടിവെച്ച് ചീത്ത എറിഞ്ഞു കളഞ്ഞു എന്ന്. ഈ മക്കളെ, എല്ലാം പിടിക്കുന്നതാണ് ഈ വല. എന്നാൽ ഈ വലയിൽ കിട്ടുന്നതെല്ലാം പ്രിയപ്പെട്ടവരെ അത് കാത്തു വയ്ക്കുന്നില്ല. അതിൽ നല്ലത് മാത്രം നീക്കി വെച്ച് പ്രിയപ്പെട്ടവരെ മറ്റതെല്ലാം എറിഞ്ഞു കളയുന്ന ഒരു അനുഭവമുണ്ട് എന്ന്. നാം കൂട്ടായ്മകളിലേക്കും സഭകളിലേക്കുമൊക്കെ നോക്കിയാൽ പ്രിയപ്പെട്ടവരെ അനേകായിരങ്ങൾ കാലാകാലങ്ങളിൽ പ്രിയപ്പെട്ടവരെ വന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും സ്വർഗത്തിൻ്റെ വലയാകുന്ന ഈ വലയിൽ അനേകർ കടന്നു വരികയും ചെയ്യുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ കാലങ്ങൾ കഴിയുമ്പോഴാണ് നല്ലതും ചീത്തയും തമ്മിൽ വേർതിരിക്കുന്ന സമയമാകുമ്പോഴേക്കും അനേകായിരങ്ങൾ പുറകോട്ട് പോകുന്നു. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഒരു ന്യൂനപക്ഷമേ, ഒരു ശേഷിപ്പ് മാത്രമേ രക്ഷ പ്രാപിക്കുകയുള്ളൂ എന്ന്. ഇന്ന് നാം ആത്മീയ ഗോളത്തിലേക്ക് നോക്കിയാൽ അന്ന് കർത്താവ് പറഞ്ഞ ആ കാര്യം എത്രയോ സത്യമാണ്, എത്രയോ വ്യക്തമാണെന്ന് മനസ്സിലാക്കാൻ കഴിയണം. കൂട്ടായ്മകളിൽ വർഷങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നവർക്ക് പുറകോട്ട് നോക്കിയാൽ അറിയാം, എത്രയോ ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ കടന്നു വന്ന് അനേക വർഷങ്ങൾ കൊണ്ട് ഈ മാറ്റമില്ലാത്തതും ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ സത്യത്തിൻ്റെ വചനം കേട്ടു. പ്രിയപ്പെട്ടവരെ, കുറേ പേരെല്ലാം ചേർന്ന് നിൽക്കുന്നു. എന്നാൽ കാലങ്ങൾ കഴിയും തോറും അനേകരെ കാണുന്നില്ല, അനേകർ പുറകോട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. തെളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നല്ലതും ചീത്തയും വേർതിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ചീത്തയെല്ലാം പുറത്തു പോകുന്നത് പോലെ, എറിഞ്ഞു കളയുന്നത് പോലെ അനേകരെ ഇന്ന് കാണുന്നില്ല. ദൈവമക്കളെ നോക്കിയാൽ അറിയാം, കൂട്ടായ്മയിൽ നാളുകളായി വർഷങ്ങളായി വരുന്നവർക്ക് പുറകോട്ട് നോക്കിയാൽ അറിയാം, ഒരു കാലത്ത് ഒരുമിച്ചിരുന്നവർ, ഒരുമിച്ച് വേല ചെയ്തവർ, ഒരുമിച്ച് മുട്ടുമടക്കിയവർ, ഒരേ കൂട്ടായ്മയിലിരുന്നവർ, ഒരേ വചനം കേട്ടവർ, പ്രിയപ്പെട്ടവരെ ഇന്ന് പുറകോട്ട് നോക്കുമ്പോൾ ചിലരെല്ലാം പിന്മാറിപ്പോയി, ചിലരെല്ലാം കൂട്ടായ്മ വിട്ടുപോയി, ചിലരെല്ലാം ഈ ആത്മീയ രംഗം തന്നെ വിട്ടുപോയി. അവർ പഴയതിലേക്ക് മടങ്ങിപ്പോയ, പാപത്തിലേക്ക് മടങ്ങിപ്പോയ അനുഭവങ്ങൾ. ഇതെല്ലാം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയണം. ഞാൻ ഇന്ന് സ്വർഗരാജ്യത്തിൽ വിലയേറിയൊരു മുത്തായി തീർന്നിട്ടുണ്ടോ എന്ന്. ആ നല്ല മുക്കുവൻ തിരഞ്ഞു വരുമ്പോൾ ഞാനൊരു നല്ല മീനാണോ, പ്രയോജനമുള്ളതാണോ എന്ന്. പ്രിയപ്പെട്ടവരെ, നല്ലത് മാത്രം കൂട്ടിവെക്കുകയും ചീത്ത എറിഞ്ഞു കളയുകയും ചെയ്യുന്ന ഒരു അനുഭവം ഈ 13-ാം അധ്യായം നാം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഒരു വിഭാഗം മാത്രമേ രക്ഷ പ്രാപിക്കുന്നുള്ളൂ എന്ന്, ഒരു വിഭാഗം മാത്രമേ സ്വർഗരാജ്യത്തിലേക്ക് ചേർക്കപ്പെടുന്നുള്ളൂ എന്ന്. അതിൻ്റെ രണ്ടാമത്തെ ഉപമ കർത്താവ് പറഞ്ഞു. 24 മുതൽ വായിക്കാം നമുക്ക്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 24 മുതൽ. അവിടെയും ഒരു വിതച്ച അല്ലെങ്കിൽ ഒരു കൃഷിക്കാരൻ്റെ കാര്യം തന്നെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. വായിക്കാം. അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശമാകും. ദൈവത്തിന് സ്തോത്രം. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകുന്നു. വയലില് നല്ല വിത്താണ് വിതച്ചതെന്നാണ് കർത്താവ് പറയുന്നത്. ഒരു മനുഷ്യൻ തൻ്റെ വയലില് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകുന്നു സ്വർഗരാജ്യം. വായിച്ചോ. മനുഷ്യർ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്നു കോതമ്പിന്റെ ഇടയിൽ കള വിതച്ച് പോയി കളഞ്ഞു. ആ യജമാനൻ അല്ലെങ്കിൽ മനുഷ്യർ ഉറങ്ങുമ്പോൾ ശത്രു വന്ന് ഗോതമ്പിന്റെ ഇടയിൽ കള വിതച്ച് പോയി കളഞ്ഞു. അനേകരുടെ ആത്മീയ ജീവിതത്തിൽ വരുന്ന വലിയൊരു ഭവിഷ്യത്താണത്. എന്ത്? നല്ല വിത്ത് വിതച്ച നിലമാണ്, നല്ല വചനം കിട്ടിയ നിലമാണ്,
ഒരുക്കപ്പെട്ട നിലമായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ശ്രദ്ധയില്ലാത്ത, കരുതലില്ലാത്ത, ഉണർന്നിരുന്ന് ജാഗരിക്കാത്ത, ഉറക്കത്തിൻ്റെയും മയക്കത്തിൻ്റെയും അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ശത്രു വന്ന് കള വിതച്ച് കളഞ്ഞു. നാം അവിടെ അങ്ങനെയാണ് വായിക്കുന്നത്, ശത്രു കള വിതച്ച് കളഞ്ഞു എന്ന്. ദൈവമക്കളെ, അത് അപ്പോൾ തന്നെ അറിയാൻ കഴിയുമോ? ഒരിക്കലുമില്ല. ആ കള മുളച്ചു വന്ന് ആ നല്ല ഗോതമ്പിനോടൊപ്പം രണ്ടും കൂടി വളരുകയാണ്. ഒരു കാലം വരെയും ഇതൊന്നും തിരിച്ചറിയാതെ രണ്ടും ഒരുമിച്ച് വളരുകയാണ്. നാം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, നല്ല ഒരുക്കമുള്ള നിലത്താണ് വിതച്ചത്. എന്നാൽ കരുതലില്ലാതെ വേണ്ടതുപോലെ ആ നിലം അല്ലെങ്കിൽ ആ തോട്ടം സൂക്ഷിക്കാതിരുന്നത് കൊണ്ട് അവസരം കിട്ടിയപ്പോൾ തക്കം പാർത്ത് നടക്കുന്ന ശത്രു അതിൽ കള വിതച്ച് കളഞ്ഞു എന്ന്. ഈ ആത്മീയ ജീവിതത്തിൽ നിൽക്കുന്ന ദൈവമക്കളെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മെ ഈ ലോകത്തില് പിശാച് എങ്ങനെയാണ് വലിച്ചു കളയാൻ കണ്ടിരിക്കുന്നതെന്ന്. ശിംശോൻ അമാനുഷികമായ സ്വർഗത്തിന്റെ ശക്തിയുള്ളവനായിരുന്നു. എന്നാൽ അവൻ ബലിസ്ത്യ കന്യകയായ ദലീലയുടെ മടിയിൽ കിടന്നപ്പോൾ പ്രിയപ്പെട്ടവരെ, പിശാചിന് ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ബലിസ്ത്യ പ്രഭുക്കന്മാരോട് ആ പിശാച് പറഞ്ഞതും അത് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ആ ദലീല എന്ന സ്ത്രീയുടെ വായിലൂടെ ശിംശോനോട് ചോദിച്ച ചോദ്യം അത് തന്നെയാണ്. എന്ത്? നിന്നെ ഒരു സാധാരണ മനുഷ്യനാക്കാൻ, നിന്നെ ഒരു സാധാരണ മനുഷ്യരെ പോലെ ആക്കാൻ, നിന്റെ ഈ ശക്തി ഒന്ന് ചോർത്തിക്കളയാൻ, നിന്നിൽ വസിക്കുന്ന ഈ ആത്മാവ് നശിച്ചു പോകുവാൻ, നിന്റെ ബലമെല്ലാം ക്ഷയിച്ച് ഞങ്ങൾക്ക് നിന്നെ ബന്ധിക്കുവാൻ എങ്ങനെ കഴിയുമെന്ന്. ദൈവമക്കളെ, നാം മനസ്സിലാക്കണം, ഒരു പിശാച് എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. സഹോദര, നീ ഒരു സമർപ്പണമുള്ള, നല്ല നിലത്ത് വിത്ത് വിതയ്ക്കപ്പെട്ട, സ്വർഗരാജ്യത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ഓർത്തുകൊള്ളണം, എപ്പോഴും ശത്രു നിന്റെ പിന്നാലെയുണ്ട്. ഉറക്കമില്ലാത്ത, മയക്കമില്ലാത്ത, ക്ഷീണമില്ലാത്ത ശത്രു നമ്മുടെ പിന്നാലെയുണ്ടെന്ന്. ദൈവമക്കളെ, അവന്റെ ലക്ഷ്യം എന്താണ്? ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, നമ്മുടെ ആത്മാവിന്റെ വീര്യം കെട്ടുപോകണം. നാം ശേഷം മനുഷ്യരെ പോലെ, ഒരു സാധാരണ മനുഷ്യരെ പോലെ നമ്മുടെ ഈ പഴയകാലത്തായിരുന്ന അവസ്ഥയിലേക്ക് നമ്മെ എങ്ങനെ എത്തിക്കാമെന്നാണ് പിശാച് ചിന്തിക്കുന്നത്. ദൈവമക്കളെ, ഇന്ന് അനേക ആത്മീയരെന്ന് പറയുന്നവരും കരുതലില്ലാതെ, തന്നെത്താൻ സൂക്ഷിക്കാതെ, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാതെ, ആത്മീയ ജീവിതത്തിൽ ജാഗരണമില്ലാതെ ജീവിക്കുന്നത് കൊണ്ട് അനേക വീഴ്ചകൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ആത്മീയരെന്ന് പറയുന്ന, കൂട്ടായ്മയിൽ നിൽക്കുന്നവരെന്ന് പറയുന്ന, സമർപ്പണമുള്ളവരെന്ന് പറയുന്ന, ദൈവവേല ചെയ്യുന്നവരെന്ന് പറയുന്ന അനേകരുടെയും ആത്മീയ ജീവിതം താണു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുകൂടി പറഞ്ഞാൽ ദൈവമക്കളെ, ലോകത്തോട് താതാത്മ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകമനുഷ്യൻ എന്തെല്ലാം ചെയ്യുന്നുണ്ടോ അതിനോടെല്ലാം ചേർന്ന് നിൽക്കാനോ, അതിനെയെല്ലാം അനുകരിക്കുവാനോ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പറയും പലതും തെറ്റല്ലാത്ത കാര്യങ്ങൾ തന്നെയായിരിക്കും പ്രിയപ്പെട്ടവരെ. പ്രകടമായൊരു പാപമായിരിക്കുകയില്ല, തെറ്റായ കാര്യമായിരിക്കും. എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ആത്മാവിന്റെ വീര്യം ചോർന്നു പോകുന്നത് അനേകരും അറിയുന്നില്ല. ദൈവമക്കളെ, ലോകത്തോട് ഇഴുകിച്ചേരുന്ന, ലോകത്തോട് താതാത്മ്യപ്പെട്ടു പോകുന്ന ഒരു ആത്മീയ ജീവിതമാണ് ഇന്ന് അനേകർക്കും ഉള്ളത്. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുകയില്ല. നിങ്ങളെ കൊണ്ട് കർത്താവിന് ഒരു പ്രയോജനവും ഉണ്ടാകില്ല. സഹോദര, ഈ ലോകത്തിൽ നിന്ന് വേറിട്ട്, ലോകത്തിൽ നിന്ന് ഒരുപടി ഉയർന്നു നിന്ന് ക്രിസ്തുവിനോട് കൂടെ നിൽക്കാൻ നിനക്ക് പദ്ധതി ഉണ്ടെങ്കിൽ മാത്രമേ ക്രിസ്തുവിന് നിന്നിൽ പ്രയോജനമുള്ളൂ. ഇന്ന് അനേകരും ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും സാരമില്ല എന്ന് അനേകർ ചിന്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എല്ലാം ശരിയാണെന്നും എല്ലാവരും പോകുന്നത് പോലെ പോയാൽ മതി എന്നും ചിന്തിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം പ്രിയപ്പെട്ടവരെ, എല്ലാം തിരഞ്ഞെടുത്ത് പ്രിയപ്പെട്ടവരെ പരിശോധിക്കുന്ന ഒരു ദിവസമുണ്ട്. നല്ലതും ചീത്തയും വേർതിരിക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നാം പുറന്തള്ളപ്പെട്ടു പോകും പ്രിയപ്പെട്ടവരെ. കൂട്ടായ്മയിൽ വരാൻ കുഴപ്പമില്ല, പല ശുശ്രൂഷകളും നമുക്ക് ചെയ്യാൻ കുഴപ്പമില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ സഹോദര, നീ ഓർത്തുകൊള്ളുക, ഹൃദയമറിയുന്ന, രഹസ്യങ്ങൾ അറിയുന്ന, നിന്നെ വേർതിരിക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് ഞാനും നിങ്ങൾ എവിടെയാ പ്രിയപ്പെട്ടവരെ? ഇന്ന് അനേകർ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുക, ലോകത്തിലേക്ക് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുക. സഹോദര, ചിന്തിച്ചു നോക്കി, ഒരു കാലത്തുണ്ടായിരുന്ന ആത്മീയ തീക്ഷ്ണതയുണ്ടോ? ഒരു കാലത്തുണ്ടായിരുന്ന വേർപാടുണ്ടോ? ഒരു കാലത്തുണ്ടായിരുന്ന പ്രാർത്ഥനയുണ്ടോ? ഒരു കാലത്തുണ്ടായിരുന്ന തീക്ഷ്ണതയുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇന്നെല്ലാം ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തിലേക്ക്. ലോകത്തോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിന്റെ ഒഴുക്കിനൊത്ത് നീന്തി സ്വർഗത്തിലെത്താമെന്നാരും ചിന്തിക്കരുത് പ്രിയപ്പെട്ടവരെ. ഈ ലോകത്തിന്റെ ഒഴുക്കിന് എതിരായിട്ട് നിൽക്കാനുള്ള സമർപ്പണം നിങ്ങൾക്കുണ്ടോ? പ്രിയപ്പെട്ടവരെ, പല എതിർപ്പുകൾ വന്നു എന്ന് വരും, പലരും ഞെറ്റി തുളിച്ചു എന്ന് വരും.
പ്രിയപ്പെട്ടവരെ, ഭാര്യ ചിലപ്പോൾ പറഞ്ഞു വരും ഇങ്ങനെയൊക്കെ ആവശ്യമുണ്ടോ എന്ന്. മക്കളെ ചിലപ്പോൾ പറഞ്ഞു എന്ന് വരും അത്രയൊന്നും ആവശ്യമില്ല എന്ന്. സഹോദര, നിന്റെ ആത്മാവ് വിലയേറിയതാണെന്നുള്ള കാഴ്ചപ്പാട് നിങ്ങൾക്കുണ്ടോ? ആ നല്ല വിത്ത് വിതച്ച് പ്രിയപ്പെട്ടവരെ, അവർ ഉറങ്ങിക്കിടന്നപ്പോൾ ശത്രു വന്ന് അവിടെ കള വിതച്ച് കളഞ്ഞു. വായിക്കുന്നതായിട്ട്, ഞാറ് വളർന്ന് കതിരായപ്പോൾ കളയും കാണായി വന്നു. പ്രിയപ്പെട്ടവരെ, എപ്പോഴാ കള വിതച്ചിട്ടുണ്ട് എന്ന് അറിയായി വന്നത് എപ്പോഴാ? ദൈവമക്കളെ, അത് 1 കൊല്ലോ 2 കൊല്ലോ 10 കൊല്ലോ കഴിഞ്ഞപ്പോഴല്ല. ഈ നല്ല ഗോതമ്പും കളയും കൂടി ഒരുമിച്ച് വളർന്ന് കതിരായ സമയം വരെയും അവിടെ നിന്നപ്പോഴാണ് അയ്യോ, ഇതിൽ കളയുണ്ടല്ലോ, നല്ല വിത്ത് വിതച്ച നിലത്ത് അനേക കളകളുണ്ടല്ലോ എന്ന് ആ യജമാനന്റെ ദാസന്മാർ മനസ്സിലാക്കിയെന്ന് അവർ യജമാനോട് ചോദിച്ചു. വായിച്ചോ. അപ്പോൾ വീട്ടുടയവന്റെ ദാസന്മാർ അവന്റെ അടുക്കൽ ചെന്നു, യജമാനെ, വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്? പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു. യജമാനന് മനസ്സിലായി ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന്. ഇല്ല ദൈവമക്കളെ, എന്ത് പറ്റി? സമയം വൈകിപ്പോയി, വളരെ നാളുകൾ വൈകിപ്പോയി, കളയുണ്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ആ യജമാനന്റെ ദാസന്മാർ ചോദിച്ചു, ഞങ്ങൾ പോയി അതൊക്കെ അങ്ങ് പറിച്ചു കൂട്ടട്ടെ, ആ കളയെല്ലാം പറിച്ചു നീക്കട്ടെ എന്ന്. എന്നാൽ ദൈവമക്കളെ, ആ നല്ല യജമാനൻ പറയുന്നുണ്ട് അപ്പോൾ. അതിന് അവൻ, ഇല്ല, പക്ഷേ കള പറിക്കുമ്പോൾ കോതമ്പും കൂടെ പിഴുതുപോകും, രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കള പറിച്ച് കൂട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും കോതമ്പ് എൻ്റെ കളപ്പുരയിൽ കൂട്ടിവയ്പ്പാനും കൽപ്പിക്കും എന്ന് പറഞ്ഞു. ആ നല്ല യജമാനൻ പറഞ്ഞു, അത് പറിച്ചിപ്പോ കൂട്ടണ്ട, കൊയ്ത്തോളം അത് രണ്ടും കൂടി ഒരുമിച്ച് നിന്നോട്ടെ, രണ്ടും കൂടി ഒരുമിച്ച് വളർന്നോട്ടെ, ഒരേ സ്ഥലത്ത് നിന്നോട്ടെ, ഒരേ വെള്ളവും ഒരേ വളവും എല്ലാം ആഹാരവും അവർ എടുത്തുകൊള്ളട്ടെ. എന്നാൽ ഒരു ദിവസമുണ്ട്, യജമാനൻ പറയുകയാണ്, കൊയ്ത്ത് വരുമ്പോൾ ആ കൊയ്ത്തിന്റെ സമയത്ത് നല്ലതും ചീത്തയും വേർതിരിച്ചു വെക്കും, ചീത്തയെല്ലാം കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുന്ന ഒരു ദിവസമുണ്ട് എന്ന്. ദൈവമക്കളെ, എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? ദൈവമക്കളെ, നല്ലതും ചീത്തയും ആ കളയും ഗോതമ്പും വേർതിരിക്കുന്ന ഒരു സമയം വരെയും ഇതെല്ലാം ഒരുമിച്ചാണ്, ഒന്നിച്ചാണ് വളരുന്നത്. ഒരേ വചനമാണ് കേൾക്കുന്നത്, ഒരേ കൂട്ടായ്മയിലാണ് ഇരിക്കുന്നത്, ഒരേ പള്ളിയിലാണ് പോകുന്നത്, ഒരേ സഭയിലാണ് നിൽക്കുന്നത്, ഒരേ വേദപുസ്തകമാണ് പഠിക്കുന്നത്, എല്ലാവരും പ്രസംഗിക്കുന്നത് യേശുവിനെ കുറിച്ചാ, എല്ലാവരുടെയും രക്ഷകൻ കർത്താവാണെന്നാൽ ദൈവമക്കളെ നാം മനസ്സിലാക്കണമെന്ത്? ഈ കൂട്ടത്തിൽ കളയുണ്ട് എന്ന്, ഈ കൂട്ടത്തിൽ പ്രിയപ്പെട്ടവരെ പ്രയോജനമില്ലാത്തതുണ്ടെന്ന്, കത്തിച്ചു കളയാനുള്ളതുണ്ടെന്ന്. എന്നാൽ ആ നല്ല യജമാനൻ പറഞ്ഞു, അതൊരിക്കലും ഇപ്പോൾ പറിക്കണ്ട, രണ്ടും കൂടി നിൽക്കട്ടെ എന്ന്. പ്രിയപ്പെട്ടവരെ, കൊയ്ത്തു വരുവോളം ഒരുമിച്ച് വളരാം നാം മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇതെല്ലാം ഒരുമിച്ച് ഒരേ വയലിലാണ് വിളഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു സമയം വരെയുമേ ഇതെല്ലാം ഒരുമിച്ച് നിൽക്കുകയുള്ളൂ എന്ന് നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം. അവിടെയും എഴുതിയിരിക്കുന്നത് സ്വർഗരാജ്യത്തെ കുറിച്ചാണ്. സ്വർഗരാജ്യം എന്തിനോട് ഉപമിച്ചിരിക്കുന്നു എന്നാണ്. വായിക്കാം. സ്വർഗരാജ്യം തന്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശം. ദൈവത്തിന് പ്രിയപ്പെട്ടവരെ, സ്വർഗരാജ്യം തന്റെ ദാസന്മാരുമായി കണക്ക് തീർക്കാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശം. ദാസന്മാരെ വിളിച്ച് തങ്ങളുടെ കണക്കെല്ലാം നോക്കി അവർക്ക് പ്രതിഫലം കൊടുക്കുന്ന, കണക്ക് തീർക്കുന്ന ഒരു രാജാവിനോട് സദൃശ്യമാണെന്ന്. എന്താണ് നാം മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ? നമ്മുടെയും ജീവിതമാകുന്ന കണക്കുകൾ പരിശോധിക്കുന്ന ഒരു ദിവസമുണ്ട് എന്ന്. ആ പരിശോധനയുടെ അപ്പുറമാണ് സ്വർഗരാജ്യം നമുക്ക് ലഭിക്കുന്നതെന്ന് വായിക്കാം. നമുക്ക് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കാം. സ്വർഗരാജ്യം മണവാളിനെ എതിരേൽപ്പാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശം. സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്കെടുത്ത് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശം. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ് പ്രിയപ്പെട്ടവരെ. 10 പേരും ഒരുങ്ങിയിരുന്നവരായിരുന്നു, 10 പേർക്കും വിളക്കുണ്ടായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, അകത്ത് പ്രവേശിച്ചത് 5 പേരേയുള്ളൂ എന്ന് നാം വായിക്കുന്നുണ്ട്. എന്താണ് പറയുന്നത്? ആ മണവാളനെ എതിരേൽപ്പാൻ വിളക്കെടുപ്പ് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യമാണെന്ന്. ഒരു കൂട്ടർ അകത്തും ഒരു കൂട്ടർ പുറത്തുമായി പോയി എന്ന്. എപ്പോഴാണ് പ്രിയപ്പെട്ടവരെ? വിളക്കെടുത്തപ്പോഴല്ല, ഒരുമിച്ച് കൂട്ടായ്മ കൂടിയപ്പോഴല്ല, പിന്നെയോ മണവാളൻ വന്ന തക്ക സമയത്ത് 5 പേര് പുറത്തും 5 പേര് അകത്തുമായി പോയി. ദൈവമക്കളെ, ഈ ഉപമകളിലൂടെ എല്ലാം കർത്താവ് പറഞ്ഞത് ഒരു ഭയനിർദ്ദേശമാണ്. എന്ത്? തള്ളപ്പെട്ടു പോകാൻ, പുറത്താക്കപ്പെടുവാൻ ഒരു സാധ്യതയുണ്ട് എന്നാണ്
കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, സ്വർഗരാജ്യം തന്നെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശ്യമെന്ന്. നമുക്ക് പരിചയമുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, വിരുന്നുശാലയില് എല്ലാവരും കല്യാണ വസ്ത്രം ധരിച്ചിരുന്നപ്പോൾ രാജാവ് എന്ന് പരിശോധിച്ചപ്പോൾ ഒരേ ഒരു വ്യക്തി കല്യാണ വസ്ത്രമില്ലാതിരുന്നു. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവമക്കളെ, ആ രാജാവ് ആ കല്യാണ വസ്ത്രമില്ലാതെ കല്യാണശാലയിൽ ഇരുന്ന ആ വിരുന്നുകാരനോട് ചോദിച്ചു, സ്നേഹിത എന്നാണ് അവനെ വിളിച്ചത്, സ്നേഹിത നീ കല്യാണ വസ്ത്രമില്ലാതെ എങ്ങനെ ഇവിടെ വന്നു എന്ന്. ദൈവമക്കളെ, ഒരു വാക്കും ഉത്തരം പറയാനുണ്ടായില്ല. നാം വായിക്കുന്നുണ്ട്, അവന് ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് ബന്ധനസ്ഥനായി തള്ളപ്പെട്ടു എന്ന്. ദൈവമക്കളെ, നാം മനസ്സിലാക്കണമെന്ന്, അതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു. രാജാവ് അവനെ വിളിച്ചതും സ്നേഹിത എന്നാണെന്നാൽ ദൈവമക്കളെ പിന്നീടുള്ള കാര്യം നാം മനസ്സിലാക്കുമ്പോഴാണ് വളരെ ഗൗരവമായി പോയി. അവൻ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളപ്പെട്ടു എന്ന്. പിശാചിന്റെ ഉദ്ദേശം എന്താണ് നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല. അവൻ വരുന്നത് പ്രിയപ്പെട്ടവരെ 3 കാര്യങ്ങൾക്കാണ്. ഒന്ന്, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല. തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, കള്ളൻ വരുന്ന നാഴിക ഇന്നതെന്ന് നാം അറിഞ്ഞിരുന്നുവെങ്കിൽ ഉണർന്നിരുന്ന് വീട് തുറപ്പാൻ സമ്മതിക്കയില്ലായിരുന്നു എന്ന്. ദൈവമക്കളെ, എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? ഒരു കള്ളൻ, ഒരു ദുഷ്ടനായ പിശാച് എപ്പോഴും നമ്മുടെ ഹൃദയം തുറക്കുവാൻ, നമ്മുടെ ആത്മീയ ജീവിതം തകർക്കുവാൻ നമ്മോട് കൂടെയുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം. ഇതെല്ലാം ഒരുമിച്ച് ഈ ലോകത്ത് വളരുകയാണെന്നാൽ രണ്ടും രണ്ടായി തിരിയുന്ന ഒരു കാലമുണ്ട് എന്ന് നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം. വീശുമുറം അവന്റെ കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. വീശുമുറം അവന്റെ കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യുന്നു. എന്താണ് പ്രിയപ്പെട്ടവരെ ഈ വീശുമുറം കാണിക്കുന്നത്? വീശുമുറം ന്യായവിധിയുടെ അടയാളമാണ്, വേർതിരിക്കുന്നതിന്റെ അടയാളമാണ്. നല്ലതും ചീത്തയും പ്രിയപ്പെട്ടവരെ നെല്ലും പതിരും തമ്മിൽ വേർതിരിക്കുന്നതാണ് വീശുമുറം. വീശുമുറം ന്യായവിധിയുടെ അടയാളമാണ്. അവൻ നല്ലവരെയും ദുഷ്ടന്മാരെയും വേർതിരിക്കും. ദുഷ്ടന്മാർ ന്യായവിധിക്ക് ഇരയാകും. കർത്താവിനെ സ്വീകരിക്കാതെ പാപത്തിൽ ജീവിക്കുന്നവർ നിത്യമായ ന്യായവിധിക്ക് യോഗ്യരായി, ന്യായവിധിക്ക് അർഹരായി അവർ നിത്യദണ്ഡനത്തിലേക്ക് തള്ളപ്പെടുമെന്ന്. പ്രിയപ്പെട്ടവരെ, എല്ലാം വേർതിരിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട് എന്ന് കർത്താവായ യേശുക്രിസ്തു തന്നെ പറഞ്ഞു. ഇതെല്ലാം രണ്ടായിട്ട് തിരിയും. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം കേൾക്കുമ്പോൾ നാം ഭയപ്പെടാനാണോ? അല്ല, ഞാൻ എവിടെയായിരിക്കും? ഇതെല്ലാം അന്ത്യ ന്യായവിധിയില്. പ്രിയപ്പെട്ടവരെ, നെല്ലും പതിരും വേർതിരിക്കുമ്പോൾ, ഗോതമ്പും കളയും വേർതിരിക്കുമ്പോൾ എൻ്റെ അവസ്ഥ എവിടെയായിരിക്കുമെന്ന്. ദൈവമക്കളെ, ഇതെല്ലാം കേൾക്കുമ്പോൾ നാം ഭയപ്പെടാനോ പുറകോട്ട് മാറാനല്ല, പിന്നെയോ നമ്മുടെ ജീവിതത്തിലെ കുറവുകളെല്ലാം കണ്ടെത്തി നാം ആത്മാവിൽ ഒരുക്കമുള്ളവരായി എപ്പോൾ മണവാളൻ വന്നാലും അപ്പോൾ അവനെ എതിരേൽക്കുവാനുള്ള ഒരുക്കമുള്ളവരായി നാം നിൽക്കണമെന്നാണ് കർത്താവ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇല്ല എങ്കിൽ നാം നിത്യമായ അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുമെന്ന്. പ്രിയപ്പെട്ടവരെ, ന്യായവിധിയുടെ ദിവസം വരെയും ഇതെല്ലാം ഒരുമിച്ച് വളരുമെന്ന്. കൊയ്ത്തുവരെ യജമാനന്റെ വയലില് എല്ലാ സുഖ സൗകര്യങ്ങളും എല്ലാ സന്തോഷങ്ങളും അനുഭവിച്ച് വളരുകയാണെന്നാൽ കൊയ്ത്തുനാളിൽ ഇതെല്ലാം രണ്ടായിട്ട് തിരിക്കുമെന്ന് വായിക്കാം. നമുക്ക് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. പ്രിയപ്പെട്ടവരെ, അതിന്റെ 19-ാം അധ്യായത്തിന്റെ 19 വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട് ആർക്കു വേണ്ടിയാണ് ഈ തീപ്പൊയ്ക ഒരുക്കിയിരിക്കുന്നതെന്ന്. വെളിപ്പാട് 19-19 ചെയ്യും. കുതിരപ്പുറത്തിരിക്കുന്നവനോടും അവന്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യവും ഒന്നിച്ചു വന്നു. മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യവും ഒരുമിച്ച് വന്നു. മൃഗത്തെയും അതിന്റെ മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിന്റെ മുദ്രയേൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അവിടെ 2 പേരെ കുറിച്ച് പറഞ്ഞു. ഒന്ന്
മൃഗത്തെക്കുറിച്ച് കള്ളപ്രവാചകൻ പിശാചിന്റെ തൃത്വത്തെയാണ് കാണിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്നതാണ് ഈ തീപ്പൊയ്ക, നിത്യമായ അഗ്നി. വെളിപ്പാട് 20:14-15 വായിക്കാം നമുക്ക്. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ദൈവമക്കളെ, തീപ്പൊയ്കയില് കള്ളപ്രവാചകനും പ്രിയപ്പെട്ടവരെ പിശാചും അവന്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ്. ദൈവമക്കളെ, എന്നാൽ പാപം ചെയ്ത പ്രിയപ്പെട്ടവരെ ലോകത്തിൽ ജീവിച്ചപ്പോൾ തങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്താതെ, തന്റെ മണവാളനെ എതിരേൽപ്പാൻ ഒരുങ്ങിയിരിക്കാതെ, പാപത്തിലും ലോകത്തിന്റെ വഴികളിലും പ്രിയപ്പെട്ടവരെ ഇഷ്ടം പോലെ ജീവിച്ച് കടന്നു പോകുന്നവര്, വെളിപ്പാട് പുസ്തകം 20 നാം വായിക്കുന്നുണ്ട് വെള്ളസിംഹാസനത്തിലെ ന്യായവിധിയെക്കുറിച്ച്. ദൈവമക്കളെ, ആർക്കുള്ളതാണത്? അത് ദുഷ്ടന്മാർക്കുള്ളതാണ്. ഈ ആപാലവൃത്തം എല്ലാവരും സിംഹാസനത്തിന്റെ മുമ്പിൽ നിന്നു പുസ്തകങ്ങൾ തുറന്നു. പ്രിയപ്പെട്ടവരെ, അതിൽ എഴുതിയിരിക്കുന്നതിന് ഒത്തവണ്ണമാണ് ന്യായവിധി ഉണ്ടായത്. ആ ന്യായവിധി കഴിയുമ്പോഴാണ് നിത്യമായ തീപ്പൊയ്കയിലേക്ക് ആ അന്ധകാരം നിറഞ്ഞ പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന ആ യാതനയിലേക്ക് തള്ളപ്പെടുകയാണെന്ന്. ദൈവമക്കളെ, ഇന്ന് നമുക്ക് ശരീരത്തിലിരിക്കുമ്പോൾ ഒരുങ്ങാൻ അവസരമുണ്ട്, തെറ്റുകളെ തിരുത്താൻ അവസരമുണ്ട്, പാപങ്ങളെ ഏറ്റുപറയാൻ ഉപേക്ഷിക്കാൻ അവസരങ്ങളുണ്ട്. സഹോദരാ, നാം ചിന്തിക്കണം. ഈ എത്ര കാലം വചനം കേട്ടു എന്നല്ല, എത്ര കാലം കൂട്ടായ്മയിൽ വന്നു എന്നല്ല, എന്തെല്ലാം വേല ചെയ്തു എന്നല്ല. സഹോദര, ഇന്നലകളൊന്നും ആത്മീയ ജീവിതത്തില് കണക്കിടാത്ത പ്രസക്തമല്ലാത്ത കാര്യങ്ങളാണെന്നാൽ സഹോദര, ഇന്ന് നിന്റെ ഹൃദയത്തിലേക്ക് കർത്താവ് നോക്കുമ്പോൾ അവിടെ വെളിച്ചമുണ്ടോ? അവിടെ പ്രകാശ ദീപമായി യേശു കത്തി നിൽക്കുന്നുണ്ടോ? സഹോദര, ഒരുപക്ഷെ ഇന്ന് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ അന്ത്യവിനാഴികയാണെങ്കിൽ ഇവിടം വിട്ട് കടന്നു പോകുമ്പോൾ നിത്യത എവിടെയാണ്? എത്ര പേര് ചിന്തിക്കുന്നുണ്ട്? എത്ര പേര് അതിനുവേണ്ടി ഒരുങ്ങുന്നുണ്ട്? എത്ര പേര് അതിനുവേണ്ടി കരുതുന്നുണ്ട്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേക ആത്മീയ ജീവിതം നയിക്കുന്നവർക്ക് ഈ ലോകത്തിൽ സുഖമനുഭവിക്കണം, രോഗം മാറണം, കഷ്ടത മാറണം, മക്കളുടെ ഭാവി എന്നാവണം. ഇതിലൊക്കെ അപ്പുറമായി സഹോദര, വില തീരാത്ത എൻ്റെ ആത്മാവ് നിത്യതയിൽ എൻ്റെ യേശുവിനോട് കൂടെ ആയിരിക്കണമെന്നുള്ള ആ നിഷ്ഠ എത്ര പേർക്കുണ്ട്? പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് കുറവുകളുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമുക്ക് പോരായികകളുണ്ടെങ്കിൽ, നാം ഇന്നുവരെയും ക്രിസ്തുവിനോട് കൂടെ ചേർന്ന അനുഭവം ലഭിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം, നമുക്ക് ഒരുങ്ങാം, പുതിയൊരു ജീവിതം തുടങ്ങാം. സഹോദര, പുതിയ ജീവിതത്തിലേക്ക് മാടി വിളിക്കുകയാണ് കർത്താവ് നിന്നെ. കഴിഞ്ഞതെല്ലാം കഴുകിത്തരുന്നവൻ, ഇന്നലകളെല്ലാം ക്ഷമിച്ചു തരുന്നവൻ, മകനെ കഴിഞ്ഞതൊന്നും കാണാതെ വണ്ണം മറച്ചു തരുന്നവൻ, അവനാണ് നമ്മെ വിളിക്കുന്നത്. ദൈവമക്കളെ, നമുക്ക് നമ്മുടെ ജീവിതം ഒരിക്കൽ കൂടി യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. കർത്താവേ, നിന്നെ എതിരേൽപ്പാൻ വിളക്കെടുത്തിരുന്ന, വിളക്കിൽ എണ്ണയുണ്ടായിരുന്ന, കാത്തിരുന്ന ആ 5 കന്യകമാരെ പോലെ ഞങ്ങൾക്ക് ഒരുക്കമുള്ളവരായി ജീവിപ്പാൻ, എൻ്റെ കർത്താവ്, വിളക്ക് കത്തിയിരിക്കുന്ന അനുഭവത്തിൽ എപ്പോഴും ജീവിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലതോടെ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ.